ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്, ഞങ്ങളുടെ ലംബോർഗിനിയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ആ വണ്ടിയിൽ പോകും കേട്ടോ. നമ്മുടെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ നില എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട് നമ്മുടെ കൊടകര കനകമലയിലാണ്. അപ്പോൾ പോകുന്ന വഴിത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. കനകമല എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു നല്ല പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, മലയുടെ മുകളിലായിട്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. നെക്സ്റ്റ് ടൈം പോകാമെന്നുണ്ടെങ്കിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. പോകുന്ന സമയമാകുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ പോകുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളിൽ കൂടിയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഫുൾ ഗ്രീനറി ആയിരുന്നു. രണ്ട് സൈഡ് നോക്കിയാലും പാടവും വീടുകളും ഉണ്ട്. പാടം എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റ് ഡിവിഷനാണെന്ന് സംശയമുണ്ട്. ഞാൻ അങ്ങനത്തെ ബോർഡ് കണ്ടതുപോലെ ഓർക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഭയങ്കര മല കണ്ടില്ല, ഇതാണ് കനകമല എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് പറയാൻ പറ്റില്ല. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നല്ല നീണ്ട് കിടക്കുന്നൊരു പാടം. അപ്പോൾ ആ മല, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അവിടെയുള്ള ഏതോ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഫസ്റ്റ് ടൈം ആണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നേ. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കനകമല, കാവനാട് കനകമല എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കേട്ടോ. അവിടെ നമ്മുടെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം, അതിൻ്റെ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയമായി. ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഇനിയിപ്പം ഭാവിയിൽ എന്തായാലും അടിപൊളിയാവും അവിടെ. കാരണം അത്രയ്ക്കും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വരാനുള്ള സാധ്യത ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോവുകയാണേ. പോകുന്ന വഴിക്ക് കുറച്ച് ഹരിതാഭ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു വഴിയാണ്, മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് പിന്നെ കുറച്ച് കുഞ്ഞു വഴിയിലോട്ട്, ഇങ്ങനെ ഇടവഴിയിലോട്ട് നമ്മുടെ മലയുടെ കിഴക്കൻ പ്രദേശങ്ങളില്ലേ അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് റബ്ബറും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ എന്തൊരു അടി നടന്നിട്ട് പോലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് പാർട്ടിക്കാർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴി തന്നെ നടു റോഡിൽ കൂടി ചെറിയൊരു ചാൽ ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ പോയിട്ട് കൊടകരയിൽ നിന്ന് കനകമല റൂട്ടിൽ, കനകമലയിൽ നിന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്ററുള്ള ഉള്ളിലോട്ട് വരണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എത്തി ഏകദേശം. നല്ല കുട്ടികൾക്ക് പറ്റിയ കളിക്കാൻ പറ്റിയ സ്ഥലവും പിന്നെ പാടവും ഒക്കെ നല്ലൊരു ലൊക്കേഷനായിരുന്നേ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് കയറുമ്പം എൻട്രി ഫീസ് ഉണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ പശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 20 രൂപ അവർ വാങ്ങുന്നുണ്ട്. അപ്പം പാർക്കിൽ എന്തിനും 20 രൂപ പശുക്കളെ സംരക്ഷിക്കാനുള്ള ചിന്ത വരുന്നുണ്ടാവും. പക്ഷേ അവിടെ എന്താണ്, അവിടെ നമ്മൾ പശുക്കളുടെ സംരക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗോരക്ഷാനിധി 20 രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. കണ്ടില്ല, ഇതാണ് ബോർഡ്. വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക്, അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെൻറ്റർ. അപ്പോൾ അവിടത്തേക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഉള്ളിൽ കയറി വന്ന് നല്ല മഴയായതുകൊണ്ട് കുറച്ച് മഴയായപ്പോൾ അയ്യോ റൈഡ്സൊക്കെ നനഞ്ഞിരിക്കുമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പോയി ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ആദ്യം തന്നെ പോയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടം ട്രാമ്പോളിൻ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഇങ്ങനെ കയറി തുള്ളുന്നൊരു സംഭവം, ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഈ സംഭവത്തിലാണ് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരുപാട്, ആദ്യം തന്നെ പോയപ്പം കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ കുട്ടികൾക്ക് മാത്രമായിട്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമായിട്ട് കുറച്ച് നേരം കളിക്കാൻ വേണ്ടി കിട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ രണ്ടാളും റെസ്ലിംഗ് ഒക്കെ നടത്തിയായിരുന്നേ. അപ്പോൾ എൻ്റെ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാനുള്ള തത്രപ്പാടിലാണ്. കളിക്കുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യും. അവർക്കിതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. എവിടെ പാർക്കിൽ പോയാലും ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അവിടെ ആയിരിക്കും. ഇപ്പോൾ ആകെ 1 മണിക്കൂറിൽ പാർക്കിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂറും ഇതിനകത്ത് തന്നെ ആയിരിക്കും കുട്ടികളെ രണ്ടാളും ഉണ്ടാവുക. പിന്നെ ചുറ്റും ഇങ്ങനെ മലയൊക്കെ മൂടിയ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പിന്നെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കൂടെ പോയി, ഞാനും ഏട്ടനോട് ജോയിൻ ആയി. പിന്നെ കുട്ടികളെ നോക്കണ്ടേ, അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞാനിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ റൈഡ്സിലൊക്കെ കയറി. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ റൈഡിൽ രണ്ടാളും കയറി കളിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു മീൻകുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് പിന്നെ മക്കൾ 3 ഒരു ഊഞ്ഞാലെടുത്ത്, സോറി മക്കൾ 3 അല്ല, എൻ്റെ മക്കൾ 2 പിന്നെ ഏട്ടനെയും. അപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത മോൻ, അങ്ങനെ തന്നെ പറയാം അല്ലേ. പിന്നെ ഞാനും ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നല്ലേ, നനഞ്ഞാലും വേണ്ടില്ല, നമുക്ക് എന്തായാലും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. മിക്ക ഞായറാഴ്ചകളിൽ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്, പറ്റുമ്പോഴൊക്കെ പോകാറുണ്ട്. മഴയായപ്പോൾ ഇപ്പോൾ കുറേ ഞായറാഴ്ചകളിലായിട്ട് അങ്ങനെ പുറത്ത് പോകാൻ കഴിയാറില്ല, അത് വേറെ കാര്യം. അപ്പം നമ്മൾ കുഞ്ഞി പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. പേഴ്സ് എടുത്തിട്ട് അത് കാണിച്ചു തരികയാണ്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ബബിളിങ്ങനെ പൊട്ടിക്കുന്ന പോലത്തെ സംഭവമില്ല, അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ രണ്ടാളെയും ഊഞ്ഞാലൊക്കെ ആട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ എനിക്കും ആടണം, എനിക്ക് പറ്റിയ റൈഡ്സ് ഒന്നും ഇല്ല അതിലെല്ലാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കും. ഞാൻ കുറച്ച് സൈസുള്ളത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും അങ്ങനെ കയറിയിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഞാനും കയറിയിരുന്നു ഒരു ഊഞ്ഞാലയിൽ. പിന്നെ ഇത് ഞാനും ഏട്ടനും കൂടി ഒരു ഊഞ്ഞാലയുടെ അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ബ്രേക്ക് ഡാൻസ് പോലത്തെ സംഭവം, ബ്രേക്ക് ഡാൻസ് ആണ് എനിക്കറിയില്ല, ബ്രേക്കിംഗ് ചെയർ, എനിക്കറിയില്ല ഇതിൻ്റെ പേര് എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കറക്കി തരുന്നുണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ചേട്ടൻ, ഞാനും മക്കളും കൂടി കയറിയിരുന്നു അതിനകത്ത്.
ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടാ. പിന്നെ എപ്പോഴും പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ വെച്ചു അയ്യോ ഈ പാർക്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ കുട്ടികൾക്ക് പാർക്കാണല്ലോ വേണ്ടത്. ഞങ്ങൾ സാധാരണ ഞായറാഴ്ചകളിൽ നമ്മുടെ തൃശ്ശൂരുള്ള പാർക്കൊക്കെ ആയിരുന്നു കേട്ടോ പോകാറുള്ളത്. അപ്പോൾ അന്ന് തൃശ്ശൂർ മഴയിലായതുകൊണ്ട് തൃശ്ശൂർ വരെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് കുറേ ആയി കേട്ടിട്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ പോയതാണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അവസാനം തല കറങ്ങിയതായപ്പോൾ സ്റ്റോപ്പാക്കി ഞാൻ. മക്കൾക്കൊരു കുഴപ്പമില്ല, നമ്മൾക്കാണ് തല കറങ്ങലൊക്കെ. എനിക്ക് തല കറക്കം വന്നപ്പോൾ പിന്നെ അവസാനം മതി, പിടിച്ച് നിർത്തേട്ടാന്ന് പറഞ്ഞ് വണ്ടി സ്റ്റോപ്പാക്കി. വണ്ടിയല്ല, നമ്മുടെ ഈ റൈഡ് സ്റ്റോപ്പാക്കിയിട്ടാ. അങ്ങനെ പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരം കുറച്ചിട്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഒന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലത്തെ നല്ലൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെ ഊരിപ്പോകുന്ന പോലത്തെ സംഭവങ്ങൾ, പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും, പിന്നെ ഇങ്ങനത്തെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാറുകൾക്ക് പ്രത്യേകം നമ്മളവിടെ പൈസ അടച്ചിട്ട് വേണം നമുക്ക് ഓടിക്കാൻ. ഈ ഒരു റൗണ്ടിൽ ഈ ടൈലിട്ട പോലത്തെ ഭാഗമില്ലേ, അവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ഓടിക്കാൻ പറ്റുമേ. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ല. കാരണം ഇപ്പോൾ ഓടിക്കുന്നവർ കൂടാതെ അതിന് ശേഷമുള്ള 2-3 ആൾക്കാർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കാറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് കിട്ടിയില്ല. കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനകത്ത് ഇരിക്കണമെന്ന്. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഓക്കെ ആയി. ഓക്കെ അമ്മ, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞാൽ അവരും ഓക്കെ ആയി. ഇതാണ് കേട്ടോ വൃന്ദാവനം. നല്ല ഭംഗിയായിരുന്നു. ശരിക്കും വൃന്ദാവനം പോലെ തന്നെ ഉണ്ടായിരുന്നു തന്നെ പറയാം. കാരണം എനിക്കിഷ്ടമായി, ഞങ്ങൾക്കിഷ്ടമായി. നല്ലൊരു വൈബ് തരുന്നൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് കുറച്ച് റൈഡ്സിലൊക്കെ കയറി പിന്നെ നേരെ താഴോട്ട് പോകണം. ഈ താഴോട്ട് പോകുമ്പോഴാണ് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ. ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഷെഡുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീഡിയോ കണ്ടോളൂ എല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അച്ഛനും മക്കളും നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കൊണ്ട് പുറകെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ. ആ ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ ഓൾറെഡി മഴയും പെയ്തിരിക്കുകയാണല്ലോ. ഇതാണ് വൃന്ദാവനം എന്ന് പറയാൻ കാരണം തന്നെ. ഒരുപാട് കാലികൾ, അല്ലെങ്കിൽ നമ്മുടെ പശുക്കൾ ഒരുപാടുണ്ടായിരുന്നേ. ഈ പശുക്കളെല്ലാം ഇങ്ങനെ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നല്ലോണം പരിപാലിച്ച് കൊണ്ടുപോകുന്നൊരു സ്ഥലം. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. പിന്നെ ഇവിടെ വെച്ചാൽ ആ പശുവിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പാലും നെയ്യും വെണ്ണയും ഒക്കെ അവർ വിൽക്കുന്നുമുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല, നല്ല വിലയാണ്. നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് എപ്പോഴും നല്ല വില തന്നെ ആയിരിക്കുമല്ലോ. അവിടെ തന്നെ അവരുണ്ടാക്കുന്നതും കൂടിയാണല്ലോ. അങ്ങനെ നമ്മളിതിനൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അവിടെ തന്നെ നമ്മൾ കൃഷ്ണൻ്റെ ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായേ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോൾ പിന്നെ അവിടെ പശുക്കൾ പിന്നെയും ഉണ്ട് കുറേ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു ഫാമിലൊക്കെ വന്ന പോലെ. പക്ഷെ ഫാമെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഈ പശുക്കളുടെ കഴുത്തിൽ ചങ്ങലയുടെ മണിയുടെ ഒച്ചയും പശുവിൻ്റെ അടുക്കുള്ള കരച്ചിലും അതൊക്കെ മാത്രമേ ശരിക്കും നമ്മളവിടെ ഫോക്കസ് ചെയ്തുള്ളൂ. കാരണം ഇതാണ് കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെവിയിൽ ഇങ്ങനെ ഇതാണ് മുഴങ്ങുന്നത്. എനിക്കങ്ങനെ തോന്നി. ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പോയി ഇരിക്കാൻ പറ്റും. ഈ പശുക്കളെ നോക്കി അവരോട് നമുക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടി തോന്നും. ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പശുക്കളെ തൊടാനൊന്നും പാടില്ല, അത് അവരോട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയാണ് രസം. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയാൽ നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞി നീർച്ചാലുകൾ പോലെയൊക്കെ ഒഴുകിയിട്ട് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഒഴുകിയിട്ട് ഇങ്ങനെ പാടത്ത് നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. അതിനിടയിൽ ഓരോ കൈവരികളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളമൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പണ്ട് സിനിമയൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. പണ്ട് അങ്ങനെ ഏതെങ്കിലും സിനിമ അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാം. അത്രയ്ക്ക് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഫുള്ളിങ്ങനെ 4 വശം മല കൊണ്ട് ചുറ്റപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പാറകൾ, അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു നീർച്ചാലുകൾ ഒഴുകുന്നു. ഒരു വലിയൊരു എത്രയോ ഒരു ഏക്കർ കണക്കിന് പരന്നിരിക്കുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെള്ളത്തിൽ പോകുമ്പോൾ വെള്ളത്തിലിങ്ങനെ കാല് വെച്ച് കാണാൻ, നമ്മൾ കാല് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. മക്കൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അടിപൊളിയുണ്ടല്ലോ. അപ്പം വന്നിട്ട് അമ്മ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. മോനും ഉണ്ട്, അവനും മുന്നിൽ അച്ഛൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. വെറുതെ ഒന്ന് നമ്മുടെ ഫോണിലൊരു മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഇങ്ങനെ മരമൊക്കെ ഉണ്ടായിരുന്നു, വലിയൊരു ആൽമരം പോലത്തെ. ആലല്ല, അത് വേറെന്തോ മരമാണ്. അവിടെ മണിയും വിളക്കൊക്കെ കൊടുത്തിട്ട് ചെറിയ നമ്മളെ അമ്പലത്തിൻ്റെ ഒരു പ്രതീതി തരുന്ന പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ.
പിന്നെ ഇതാണ് ഒരു ഏകദേശം വൈകുന്നേരം ആയപ്പോഴുള്ള സമയത്തുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി. ഞാനിങ്ങനെ 1000 വട്ടം ഇപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അത് സൂപ്പറാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി 3-4 ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. അങ്ങനെ ഏകദേശം മഴയൊക്കെ വരാനുള്ളൊരു ഒരു 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 ഇതിലാണ് ഉള്ളത്. മഴ ഇപ്പോൾ പെയ്യുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിട്ടും ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാളും വന്ന ആൾക്കാർ കൂടാന്നല്ലാണ്ട് ഒരാളും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, വേഗം പോയിട്ടൊന്നുമില്ല. എല്ലാവരും അവിടെ മാക്സിമം ടൈം അവർ സ്പെൻഡ് ചെയ്തത് ഈ വയലിലും നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി ഒന്നും കൂടി ട്രാമ്പോളിനിലൊക്കെ രണ്ടാളും കളിച്ച് കുറച്ച് നേരം കൂടി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഒരുവിധം കുട്ടികളൊക്കെ പോയി, ഇവർ രണ്ടാളും മാത്രമായി. ഇവർ രണ്ടാളും കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. റെസ്ലിംഗ് ഒക്കെ കളിച്ചായിരുന്നു. നമ്മൾ പണ്ടത്തെ ടെൻ സ്പോർട്സ് എന്ന് പറഞ്ഞ ചാനലിൽ, കേബിൾ ടി വിയിൽ ടെൻ സ്പോർട്സ് എന്ന് പറഞ്ഞ ചാനലിൽ www. ആ സംഭവമില്ലേ, അത് രണ്ടാളും അതുപോലെ കളിച്ചായിരുന്നു കേട്ടോ. റെസ്ലിംഗ് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായി. നന്നായിട്ട് എൻജോയ് ചെയ്തു കുട്ടികൾ. ഞാൻ ഇത്ര ഹാപ്പി ആവണമെങ്കിൽ ഞങ്ങൾ ഇത്ര ഹാപ്പി ആവണമെങ്കിൽ കുട്ടികൾ അതിൻ്റെ ഇരട്ടി അവരും ഹാപ്പി ഉണ്ടാവും. ഒരു എക്സ്പീരിയൻസ് വെച്ചപ്പോൾ അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അടിപൊളി സ്ഥലമായിരുന്നു, നല്ല രസമുണ്ടായി കാണാൻ. ഇനിയും നമുക്ക് ഇങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോൾ, സ്കൂൾ ലീവോ അല്ലെങ്കിൽ ഞായറാഴ്ചകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇനിയും പോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാളും. കാരണം അവർക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി തിരിച്ച് പോകണമല്ലോ. മഴ വരുന്നതിന് മുന്നേ വേഗം തിരിച്ച് പോകണം. പുറത്തെല്ലാം പോയാൽ പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം കുട്ടികൾക്ക്. അത് അവർക്കൊരു സന്തോഷമാണ്, നമ്മൾക്കൊരു സന്തോഷമാണ്. ഏട്ടനൊരു സ്വീറ്റ് പൊറോട്ടയും ഷേക്കോ ലൈമോ ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു പപ്സ് വാങ്ങിച്ചോണ്ട് അത് രണ്ടാളും ഷെയർ ചെയ്ത് കഴിച്ചു. അവസാനം എനിക്കൊരു കുഞ്ഞു കഷ്ണം കിട്ടി. അതെന്തെങ്കിലും ആവട്ടെ, അവർ കഴിക്കട്ടെ. അപ്പോൾ ഇത് കൊടകരയാണ് കേട്ടോ, കൊടകരയിലൊരു ബേക്കറിയിലാണ്. ലൈം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടാളും ലൈം കഴിച്ചു. കുട്ടികൾ ഷേക്ക് കുടിച്ചു. അപ്പോൾ ഒരാൾക്ക് ഷേക്ക് പറഞ്ഞ് ഷേക്ക് ഇവിടെ കിട്ടാണ്ട് വേറെ കടയിൽ പോയിട്ട് എനിക്ക് ആ ഷേക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എല്ലാവരും ടേസ്റ്റ് ചെയ്യും, അങ്ങനെയാണ്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത കടയിൽ കയറി മോൾക്ക് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിച്ചു കൊടുത്തു. ഈ സമയത്ത് ഏട്ടനും മോനും അവർക്ക് റിമോട്ട് കാറൊക്കെ വാങ്ങണമെന്ന് പറ്റി അവർ രണ്ടാളും പോയിട്ട് കാറൊക്കെ വാങ്ങാൻ നോക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. ഇത് ഏകദേശം അപ്പോൾ ഈ സമയം നല്ല വൈകുന്നേരമായിരുന്നു, 6 മണിയൊക്കെ കഴിഞ്ഞ് 6-6:30 ആയെന്ന് തോന്നുന്നുണ്ടായി ആ സമയത്ത്. മോള് ആണെങ്കിൽ ഇത് കുടിക്കാൻ നോക്കിയിട്ട് അവൾക്ക് എത്തുന്നില്ല. അവസാനം ഞാൻ കുറച്ചൊക്കെ കോരി കൊടുത്തു. അങ്ങനെ അവൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഞാൻ ഈ ഫുള്ള് വാങ്ങിച്ചു കൊടുത്താൽ ചില സമയങ്ങളിലൊക്കെ കഴിക്കും, പക്ഷേ ഇത് ഫുള്ള് കഴിച്ചിട്ട് കഴിച്ചില്ല. കുറേ എല്ലാം കഴിച്ചപ്പോൾ തന്നെ മതിയായിരുന്നു. ബട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനും കൂടി കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. മോൻ കാറ് വാങ്ങിച്ചു, റിമോട്ട് കാറ്. മോള് ഇത് നമ്മുടെ ഹൂള ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതിൻ്റെ സ്റ്റിക്കാണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് അതിങ്ങനെ വട്ടത്തിലിട്ടിട്ട് ഇങ്ങനെ കറങ്ങുന്ന സംഭവമില്ലേ, അതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. രാത്രി ഓരോ ഗോതമ്പ് ദോശ. പിന്നെ നമുക്കങ്ങനെ വിശന്നില്ല, പുറത്തുനിന്ന് ഈ ഷേക്കും സാധനങ്ങളൊക്കെ കഴിച്ചപ്പം വയറൊരു വിധം. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സ്നാക്സ് വേറെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട്. ലൈവായിട്ട് ഇങ്ങനെ കിഴങ്ങ് വറുത്തതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ വയറ് ഏകദേശം ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് വിശന്നില്ല, എന്നാലും കുറച്ച് നേരം കാത്തപ്പോൾ വിശന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്നാൽ ഇനി ദോശ ചൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ ദോശ ചുടുന്നതിനിടയിൽ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ കണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലോണം ഒഴിച്ചതാണ് കേട്ടോ അത്. വെറുതെ ഒരു വട്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഗോതമ്പിൻ്റെ ദോശ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. രാത്രി ഇപ്പോൾ അത് മതിയല്ലോ, അപ്പോൾ എല്ലാവരും കഴിച്ചോളും. വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും കഴിച്ചോളുമല്ലോ. അപ്പോൾ പിന്നെ ഗോതമ്പിൻ്റെ ദോശയും, കാരണം 1-2 മതിയാകും. അങ്ങനെ അപ്പോൾ ഒരു 2-3 ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.